ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീനു ജോഷി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വ്ളോഗ്, ഞങ്ങൾ പെട്ടെന്ന് മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം, മക്കൾ സ്കൂളിൽ പോകുന്നത് ഒരു 7:10 ആകുമ്പോഴാണ്. 7:15 7:17 ആകുമ്പോഴത്തേക്ക് ബസ് വരും. അപ്പോൾ അവരെ കയറ്റി വിട്ടിട്ട് ചേട്ടൻ വന്ന് വീട്ടിൽ വന്നുകൊണ്ടേ പറഞ്ഞു പെട്ടെന്ന് റെഡിയാവും, നമുക്ക് വാഗമൺ പോകാമെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ഭർത്താക്കന്മാരോടായിട്ട് പറയണം, നിങ്ങൾ എവിടെയെങ്കിലും വൈഫിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ മുന്നെങ്കിലും ഒന്ന് അറിയിക്കണം. കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യാറുണ്ട്. പെട്ടെന്ന് നമുക്ക് ഹറിബറിയായിട്ട് നമുക്ക് ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അവർക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നു, അവർ കൂടെ വരുന്നു, അവർ വേറെ ഒന്നും അറിയുന്നില്ല. പക്ഷേ വീട്ടിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഹൗസ് വൈഫ് ആകുമ്പോൾ, ഒരു ഹൗസ് മെയ്ഡ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം ഇറങ്ങി വരേണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ മറന്നു എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നല്ല രീതിയിലുണ്ട്. അവിടെ ചെന്നിട്ട് പിന്നെ ഓരോന്നും നമ്മൾക്ക് അതിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോഴേക്കും അറിയുന്നത് അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല. അപ്പോൾ ആ ഒരു ടെൻഷനോട് കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 5 മണിക്കൂർ മുന്നെങ്കിലും പറയണം. എൻ്റെ അടുത്ത് ഈ 7:10 പറഞ്ഞപ്പോഴും ഞാൻ ഇറങ്ങിയത് 10 മണിയാകുമ്പോൾ ഞാൻ റെഡിയായിട്ട് ഇറങ്ങി. ഓക്കെ, അങ്ങനെ എന്തായാലും ഞങ്ങൾ ആസ് യൂഷ്വൽ ആറ്റിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കിളിമാനൂർ MC റോഡ് വഴി കൊട്ടാരക്കര, പത്തനംതിട്ട അടൂർ, അവിടെ നിന്ന് കോട്ടയത്തായിരിക്കാം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ വാഗമൺ, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ അടുപ്പിച്ച് ഇതുവഴി പോണത് കൊണ്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്, കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ അച്ചായന്മാരുടെ നാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് കൃഷിയും നല്ല പച്ചപ്പും പിന്നെ നല്ല നല്ല ഭംഗിയുള്ള വീടുകളുടെ ഒരു വലുപ്പത്തിൻ്റെ ഭംഗിയല്ല ഞാൻ പറയുന്നത്, വൃത്തി. എല്ലാ സ്ഥലവും നല്ല വൃത്തിയാണ്. റോഡാണെങ്കിലും എല്ലാവരുടെ വീടും മുറ്റത്തൊക്കെ നല്ല ഗാർഡനും പിന്നെ കൃഷിയും. എല്ലാവരുടെ വീട്ടിലും റംബൂട്ടാനുണ്ട്, പിന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട്, പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ എല്ലാവരെയും വീട്ടിൽ, അതായത് ഒരുപാട് സ്ഥലത്തിനകത്താണ് ഒരു വീട് വരുന്നത്. അതിനകത്ത് ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഫുള്ള് അവരൊരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചകളൊന്നും നമ്മളെ ഈ നാട്ടിലൂടെ ഈ കൊല്ലം ട്രിവാൻഡ്രത്തോട്ടൊക്കെ വരുമ്പോഴൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് മലയോര പ്രദേശങ്ങളായതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ കൃഷിക്കൊക്കെ പറ്റിയ ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം, ഒരുപാട് കൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതുവഴി പോയി എനിക്ക് ഈ കൊല്ലം കഴിഞ്ഞ് ഈ പത്തനംതിട്ട, കോട്ടയം ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാഴ്ചകളാണ്, നല്ല ഗ്രാമങ്ങളാണ്, ടൗണൊന്നുമല്ല, ഗ്രാമപ്രദേശമാണ്. പക്ഷേ ഗ്രാമപ്രദേശമാണെങ്കിൽ ഒരു കൃഷിക്കാരൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല ക്യാഷ് ഉള്ളവരാണെന്ന് തോന്നുന്നു. നല്ല നല്ല വീടുകളൊക്കെയാണ്, നല്ല ഭംഗിയിലാണ് വീടും പരിസരവും ഒക്കെ അവർ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം 5:30 അപ്പോൾ നമ്മൾ വാഗമൺ മല കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, മലയാകുമ്പോൾ ഒരു സൈഡ് കുന്ന് ഒരു സൈഡ് കൊക്ക. അപ്പോൾ ഒരു സാഹസിക യാത്രയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങിയെങ്കിലും ഇവിടെ എത്തിയപ്പോൾ 5:30 മണിയായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇലക്ട്രിക് കാറിൽ വരുന്നതുകൊണ്ട് 2 സ്ഥലത്ത് ചാർജ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് പറയുന്നത് 4 മണിക്കൂറാണ് വാഗമണിലോട്ടുള്ള സമയം. പക്ഷേ നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഫുഡ് കഴിച്ചത് കൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. ഇപ്പം 5:30 മണിയായിട്ടുണ്ട്. ആക്ച്വലി വാഗമണിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ മലനിരകളും ഈ പച്ചപ്പും പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞാൻ ആകെ വണ്ടടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്പോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ നിന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്യാം. അങ്ങനെ അവിടെ ഒന്ന് വണ്ടി നിർത്തി ഷൂട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. പക്ഷേ ആ ഒരു ഭംഗി വീഡിയോയിൽ വരുന്നില്ല. എന്തായാലും വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വണ്ടി നിർത്തി ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കില്ല പാട്ട് റീക്രിയേറ്റ് ചെയ്യാം. ചേട്ടൻ എന്നെ കള്ളം പറഞ്ഞ് സൂയിസൈഡ് പോയിന്റ് കൊണ്ടുവരണേ. മഞ്ഞിൽ പൂത്ത സന്ധി മഴവിൽ കുളിര ചായുറങ്ങാൻ കുയില്ലേ. അയ്യോ, ഇവിടെ നിന്നും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്, പക്ഷെ ക്യാമറയിൽ ആ ഒരു ഭംഗി വരണില്ല. എനിക്ക് നല്ല BGM ഇട്ട് ഇവിടെയൊക്കെ നല്ല സിനിമാറ്റിക് സ്റ്റൈലിൽ നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെങ്കിലും ആസ്വദിക്കാൻ വേണ്ടിയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ കോപ്പിറൈറ്റ് കാരണം നമുക്കൊന്നും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കിവിടെയൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, എന്നാലോട്ട് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട്. എന്നാലും ഇതൊന്നും ഈ ഒരു കാഴ്ചകളൊന്നും മിസ് ചെയ്യേണ്ട. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും കേൾക്കാൻ ഒരു സുഖമില്ലാത്ത കുറേ BGM. അപ്പം ഞാൻ വിചാരിച്ച് അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഇതൊക്കെ കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ ഞാൻ അതൊക്കെ ഇരുന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വാഗമൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് സ്പോട്ട് ഏറ്റവും അടുത്ത് വന്നത് പൈൻ വാലിയാണ്. അപ്പോൾ പൈൻ വാലി കാണാനായിട്ട് 5 മണി വരെയാണ് സമയം. നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്, പക്ഷേ നമുക്കവിടെ കയറാൻ പറ്റിയില്ല, അവിടെ ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ എന്തായാലും ഈ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പിന്നെ തിരിച്ച് മെയിൻ റോഡിൽ വന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 300 മീറ്റർ നടന്ന് വേണം പൈൻ വാലി കാണാനായിട്ട് പോകാനായിട്ട്. വണ്ടികളൊന്നും അകത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് ഉണ്ട്, അതിനകത്ത് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ നമ്മളിവിടെ വന്നത് കറക്റ്റ് ടൈമിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മൾ മൂന്നാറിൽ പോകുന്നുണ്ട്, ഡിസംബർ ജനുവരി ആ ഒരു ടൈമിൽ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനൊരു കോടമഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ ആ ഒരു മഞ്ഞ് ഫീൽ ചെയ്യാനോ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ടൈമിൽ വന്നപ്പോൾ, അതായത് ഇപ്പോൾ ജൂലൈ ആണല്ലോ, ജൂലൈ അതായത് മലയാളം, നമ്മളെപ്പോഴും മലയാള മാസമായിട്ടൊക്കെ റിലേറ്റ് ചെയ്താണല്ലോ നമ്മൾ ക്ലൈമറ്റ് പറയുന്നത്. അപ്പോൾ കർക്കിടകമാണിപ്പോൾ. ഈ കർക്കിടകത്തിൽ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല കോടമഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കൊള്ളണം, കോടമഞ്ഞ് വന്ന് നിങ്ങളെ ദേഹത്തൊക്കെ വന്ന് തട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ മുങ്ങി ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു സമയത്ത് ഇവിടെ വരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനി അടുത്ത വർഷമാകുമ്പോൾ ഇത് മാറുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ വർഷം എന്തായാലും ഈ ഒരു സമയത്ത് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടർ വാലി എന്ന് പറയുന്ന ഒരു കോട്ടേജ് ഹോം സ്റ്റേ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല, അത്രയ്ക്ക് അടിപൊളി റൂമായിരുന്നു. 2500 റൂം റെൻ്റ് അവർ ചോദിച്ചത്. പിന്നെ ചേട്ടൻ ബാർഗെയിൻ ചെയ്ത് 2300 ആക്കി തന്നു. ആ റൂമിനകത്ത് ഒരു ബെഡും ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കബോർഡും ഉണ്ടായിരുന്നു. പിന്നെ നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമായിരുന്നു. പക്ഷേ വേറെ ഒരു സൗകര്യമില്ല, ഞങ്ങൾക്ക് മുഖം നോക്കാൻ ഒരു മിറർ പോലും അതിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ 2300 രൂപയ്ക്ക് റൂം തരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു മിററെങ്കിലും വേണ്ടേ. സാധാരണ നമ്മളൊരു 1500 ഉള്ള റൂം എടുക്കുമ്പോൾ തന്നെ അതിനകത്തൊരു TV എങ്കിലും കാണും. അപ്പോൾ അതുപോലും ഇല്ലാത്ത റൂമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ആ റൂമിൽ. പിന്നെ എനിക്ക് ബെഡ്ഷീറ്റും ബെഡൊക്കെ അത്ര വൃത്തിയില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഹറിബറി ബാഗ് പാക്കിംഗ് ആയതുകൊണ്ട് ഞാനൊരു സാധനവും അതിനകത്തെടുത്ത് വെച്ചില്ല. ഇവിടെ വന്നപ്പോൾ ബെഡ്ഷീറ്റില്ല, സ്വെറ്ററില്ല, ജാക്കറ്റില്ല, ഒന്നുമില്ല. ഇത്രയും തണുപ്പാണെങ്കിലും ആ തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഉള്ള ഡ്രസ്സ് വേണം ഇടാനുള്ളൂ എന്നൊക്കെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ തണുപ്പും എല്ലാം കൊണ്ടും എനിക്കിനി ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ റൂമിൻ്റെ ഒരു അസൗകര്യങ്ങളൊക്കെ കൊണ്ടും എനിക്ക് ഒരു ബെഡ്ഷീറ്റ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയത് പോലുമില്ല. എനിക്ക് കാല് രണ്ടും തണുത്ത് വിറച്ചിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ആ തണുപ്പ് കാരണം ഞാൻ ഉണർന്നിരുന്ന് എനിക്ക് പിന്നെ എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡായി. വാഗമണിൽ വന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്, അഡ്വഞ്ചർ പാർക്ക്, ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഈ കാലിലെ തണുപ്പിൻ്റെ ആ ഒരു വേദനയും ഇവിടുത്തെ തണുത്ത ക്ലൈമറ്റും മഴയും ഉണ്ട്, ഭയങ്കര കാറ്റാണ്, മൂടൽ മഞ്ഞാണ്. എനിക്കിതെല്ലാം കൂടെ എൻ്റെ ബോഡി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതിയെന്നായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ അടുത്തായിരുന്നു പൈൻ വാലി വന്നത്. അപ്പോൾ പൈൻ വാലിയിൽ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, അതും നമ്മൾ ഫുൾ നടന്ന് കണ്ടിട്ടൊന്നുമില്ല, കുറച്ച് നടന്ന് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോയി. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ റോഡിന് ഇരുവശവും, ഒരു വശത്ത് കാടും ഒരു വശത്ത് വലിയ മലകളുമാണ് കാണുന്നത്. അപ്പോൾ നല്ല കാഴ്ചകളാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് വാഗമൺ. അപ്പോൾ ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന ഒരാളായതുകൊണ്ട് എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. ചേട്ടത്തി നിർത്തിയാനായിട്ട് ഇവിടെ വെള്ളം കണ്ടിട്ടില്ലേ? അത് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. എല്ലാവരും ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തടാകവും അതിന് ചുറ്റും തേയിലത്തോട്ടവും നല്ല ഹൈജീനായിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടെ ചെന്നാലും. അപ്പോൾ ഇത്രയും നല്ലൊരു കാഴ്ചയൊന്നും ഞാൻ മൂന്നാറിൽ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ മൂടൽ മഞ്ഞ് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. മൂടൽ മഞ്ഞ്
ഇത്ര നമ്മുടെ ദേഹത്ത് വന്ന് തട്ടി നമുക്കതിൽ മൂടി നിൽക്കാൻ പറ്റുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. മഞ്ഞ് മൂടിയിട്ട് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. മൂടൽമഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാഗമണിലോട്ട് പുറപ്പെട്ടോളൂ. ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയാൽ എങ്ങനെ അവിടുത്തെ ക്ലൈമറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പം അതായത് ഈ ഒരു ജൂലൈ ഓഗസ്റ്റിലോട്ട് പോയാൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ പോണ വഴിക്ക് എടപ്പള്ളി വാഗമൺ റോഡിലുള്ള മൂലമറ്റം വാട്ടർഫോൾ ഒന്ന് കാണാൻ കയറി. ചെറിയൊരു വാട്ടർഫോളാണ്. ഇവിടെ നമുക്ക് കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഫിസിക്കലി വീക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല. നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് എൻ്റെ വാഗമൺ എക്സ്പീരിയൻസസ്. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ ഇത് വാഗമൺ ട്രിപ്പ് പോണവർക്ക് ഒരിക്കലും റെഫർ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ അല്ല ഇത്. കാര്യം ഞാൻ അവിടുത്തെ ഒരു സ്ഥലവും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്ക് കുറേ പണി കിട്ടി. ഞാൻ അവിടെ ഇടാൻ പറ്റിയ ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് പോയില്ല. ഒരു ബെഡ്ഷീറ്റ് പോലും ഞാൻ കരുതിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കിട്ടി. എനിക്ക് ആ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊണ്ട് ഒട്ടും പറ്റിയില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിപ്പറേഷൻസോടു കൂടിയും വാഗമണിൽ പോകണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും ബൈ.